ക്രിയേറ്റ് മൈ അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കൊടുത്തിട്ടുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാവും. ആ OTP നമ്മൾ ഇവിടെ അടിച്ചു കൊടുക്കാം. ഇപ്പോൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള എൻ്റെ നമ്പറിലേക്ക് ഒരു OTP വന്നിട്ടുണ്ട്. ആ നമ്പർ ഞാൻ ഇവിടെ ഇതുപോലെ അടിച്ചു കൊടുക്കുന്നു. അതിനുശേഷം വെരിഫൈ ക്ലിക്ക് ചെയ്യാം. വെരിഫൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സമയം എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രീമിയം സോഹോ ബുക്സിൻ്റെ അക്കൗണ്ട്സ് ആക്റ്റീവായിട്ട് ഓപ്പൺ ആയിട്ട് വരും. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു സോഹോ ബുക്സിനകത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ. ഇപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള സോഹോ ബുക്സിൻ്റെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ട നമ്മുടെ ബിസിനസ്സിൻ്റെ നമ്മൾ ഏത് ബിസിനസ്സിൻ്റെ അക്കൗണ്ട്സ് ആണോ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്. സോ ഞാനിവിടെ ഓർഗനൈസേഷൻ്റെ നെയിം ഇവിടെ എൻ്റെ കമ്പനിയുടെ പേര് വന്നിട്ടുണ്ട്. നമുക്ക് ഏത് രീതിയിലുള്ള സംഭവം നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ എഡ്യൂക്കേഷൻ ആണെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഇനി ഗെയിമിംഗ് കമ്പനി ആണെങ്കിൽ അത് കൊടുക്കാം. ഇൻറ്റീരിയർ ഡിസൈൻ ആണെങ്കിൽ അത് കൊടുക്കാം. നമുക്ക് ലോകത്ത് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ടൈപ്സ് ഓഫ് ബിസിനസ്സുകളും ഇതിനകത്ത് അവൈലബിൾ ആണ്. നമ്മുടെ ബിസിനസ് ഏത് കാറ്റഗറിയിലാണോ ഉള്ളത് ആ കാറ്റഗറി എന്ത് ചെയ്യാം, നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം, മുന്നോട്ടേക്ക് പോവാം. സോ ഇനി നമുക്ക് ഒരു അഗ്രികൾച്ചറൽ മേഖലയിലാണെങ്കിൽ നമുക്കൊരു അഗ്രികൾച്ചറിൽ ഒന്ന് കൊടുക്കാം. കൺസ്ട്രക്ഷൻ ആണെങ്കിൽ അത് കൊടുക്കാം. കസ്റ്റമൈസ്ഡ് പാക്കേജ് ഗുഡ്സ് ആണെങ്കിൽ ആ രീതിയിൽ കൊടുക്കാം. എൻ്റർടൈൻമെൻറ്റ് ആണെങ്കിൽ ആ രീതിയിൽ കൊടുക്കാം. ലീഗൽ, മാനുഫാക്ചറിങ്, മാർക്കറ്റിംഗ് ഇങ്ങനെയുള്ള ഒരുപാട് തരത്തിലുള്ള കമ്പനികളുണ്ട്. സോ എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ എന്നുള്ള സംഭവം സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ലൊക്കേഷനാണ്. ഈ ലൊക്കേഷൻ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റാ ബേസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഉദാഹരണം, നിങ്ങൾ ഇന്ത്യക്ക് പകരം ഇവിടെ UAE ആണ് കൊടുത്തെങ്കിൽ നിങ്ങളുടെ US ഡാറ്റാ ബേസിലാണ് നിങ്ങളുടെ ഡാറ്റ സേവ് ചെയ്യുന്നത്. ഇന്ത്യ കൊടുക്കുമ്പോൾ ഇന്ത്യൻ ഡാറ്റാ ബേസിലായിരിക്കും സേവ് ചെയ്യുന്നത്. സോ അവിടുന്ന് 2 ഡാറ്റാ സെൻറ്ററുകളിൽ നിന്ന് ഡാറ്റ മൈഗ്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ കാര്യങ്ങൾ ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം മുന്നോട്ടേക്ക് പോകാം. സോ നോർമലി നമ്മൾ ഏത് രാജ്യത്തു നിന്നാണോ സൈൻ ഇൻ ചെയ്യുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഈ ഒരു ലൊക്കേഷൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ UAEയിലുള്ള ആളുകളാണെങ്കിൽ UAE എന്ന് അടിച്ചു കൊടുക്കാം. അവരുടെ എമിറേറ്റ്സ് ആണ് ഇവിടെ അടിച്ചു കൊടുക്കുന്നത്. സോ ഞാൻ ഇന്ത്യ അടിച്ചു കൊടുക്കണം. ഞാൻ ഇന്ത്യയിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഇന്ത്യ അടിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ സ്റ്റേറ്റ് കേരള കൊടുക്കുകയാണ്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻസുകളൊക്കെ ഇതിൻ്റെ ബേസിലാണ് മുന്നോട്ടേക്ക് പോകാം. അപ്പോൾ ഉദാഹരണമായിട്ട് ഇവിടെ ഇന്ത്യയിലാണെങ്കിൽ GST ആയിരിക്കും, UAEയിലാണെങ്കിൽ UAE വാറ്റ് ആയിരിക്കും, സൗദിയിലാണെങ്കിൽ സൗദി വാറ്റ് ആയിരിക്കും. ഇങ്ങനെ ഓരോ രാജ്യത്തിൻ്റെ ടാക്സ് സിസ്റ്റവും കംപ്ലയിൻസുകളും ഈ സിസ്റ്റത്തിനനുസരിച്ച് മാറും എന്നുള്ളത് കൊണ്ട് തന്നെ കൃത്യമായിട്ടും ഈ ഡാറ്റകൾ ക്ലിയർ ആണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മുന്നോട്ടേക്ക് പോകാം. ഓക്കെ, വളരെ സിമ്പിളായിട്ട് തോന്നാമെങ്കിലും കൂടി ഇതിൻ്റെ മൊത്തം അക്കൗണ്ടിങ് സ്ട്രക്ചർ തന്നെ മാറാൻ ഈ 2 ഓപ്ഷൻസ് സാധ്യതയുണ്ട്. സോ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കറൻസി, ഇന്ത്യൻ കറൻസി ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. ലാംഗ്വേജ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മാറ്റി കൊടുക്കാം. ലോക്കലായിട്ടുള്ള ലാംഗ്വേജസുകളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. മലയാളം അവൈലബിൾ അല്ല. നമ്മൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. നമ്മുടെ ടൈം സോൺ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. നമുക്ക് GST രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾ UAEയിലേക്കാണെങ്കിൽ TRM കറിയും ടാക്സ് റെഫറൻസ് നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊസീഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സോഹോ ബുക്സിൻ്റെ 14 ദിവസത്തെ ഫ്രീ ട്രയൽ ആക്റ്റീവായിട്ട് കാണാൻ പറ്റും. സോ ഈ ഒരു അക്കൗണ്ട് ഒറിജിനൽ അക്കൗണ്ട് തന്നെയാണ്. ഇതിനകത്ത് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. 14 ദിവസമാണ് ഇതിൻ്റെ കാലാവധി. സോ ഇവിടെ കാണാം ഈ ഒരു യുവർ പ്രീമിയം ട്രയൽ പ്ലാൻ ആൻഡ് ഇൻ 14 ഡേയ്സ് കൊണ്ട് ഈ ഒരു പ്രീമിയം പ്ലാൻ എൻഡ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു 14 ദിവസത്തിനുള്ളിൽ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് നിന്ന് നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു അക്കൗണ്ടൻ്റ് ആയിട്ട് മാറാൻ വേണ്ടി പറ്റും. സോ ഇതിന് വേണ്ടിയിട്ടുള്ള ഇതേപോലെ നിങ്ങളുടെ ഒരു ആവശ്യമായിട്ടുള്ള ഒരു കമ്പനി സോഹോ ബുക്സിനകത്ത് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം സോഹോ ബുക്സിൻ്റെ സോഹോ ബുക്സിന് ആവശ്യമായിട്ടുള്ള കമ്പനിയുടെ ഒരു അക്കൗണ്ട്സും ക്രിയേറ്റ് ചെയ്ത് നിങ്ങളൊന്ന് പരിശീലിച്ച് നോക്കാം.